ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കഥയെയും കഥാപാത്രങ്ങളെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതെ ഗൗരി, എനിക്ക് നിന്നെ ഇഷ്ടാ. നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതാ, രാജീവ് പറഞ്ഞു. എന്തു മറുപടി പറയണം എന്നറിയാതെ ഗൗരി ഞെട്ടലോടെ രാജീവിനെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. നീ എന്താ ഒന്നും പറയാത്തത്? രാജീവ് ചോദിച്ചു. അവൾക്ക് സമ്മതല്ല, അതുകൊണ്ട് തന്നെ. നീ നിന്റെ വീട്ടുകാരെ വിളിച്ച് ഇവിടുന്ന് പോകാൻ നോക്ക്, പങ്കജം പറഞ്ഞു. ഗൗരി, നീ എന്തോ ഒന്നും മിണ്ടാത്തത് എന്നു ചോദിച്ച് സുമിത്ര അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ കരഞ്ഞു തൊഴുതുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് അകത്തേക്ക് ഓടിപ്പോയി. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ അവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക്, പങ്കജം പറഞ്ഞു. നിങ്ങൾ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. ഈ നാട്ടിൽ നീതിയും നിയമവും എല്ലാം നടപ്പാക്കുന്ന ഒരു ഭരണകൂടമുണ്ട്. ഗൗരിയുടെ സമ്മതമില്ലാതെ അയാളെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പിന്നെ കമ്പി എണ്ണി ജയിലിൽ കിടക്കേണ്ടി വരും. ശേഖരൻ രാഘവനോടും പങ്കജത്തോടുമായി പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങി. പങ്കജം ഗൗരിയെ അന്വേഷിച്ച് അവളുടെ റൂമിലേക്ക് വന്നപ്പോൾ ഗൗരി അവളുടെ ബാഗിൽ നിന്ന് എന്തോ എടുത്തു നോക്കി കരഞ്ഞുകൊണ്ട് തറയിലിരിക്കുകയായിരുന്നു. പങ്കജത്തെ കണ്ടതും ഗൗരി അത് വേഗം ബാഗിൽ തന്നെ എടുത്തു വെച്ച് ബാഗ് സൈഡിലേക്ക് നീക്കിവെച്ചു. നിനക്കപ്പോൾ ബുദ്ധിയൊക്കെ ഉണ്ട്. സൗന്ദര്യത്തിലൊന്നും കാര്യമില്ല. ജീവിക്കണമെങ്കിൽ പണമാണ് വേണ്ടതെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ, പങ്കജം പറഞ്ഞു. ഗൗരി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. അപ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ആ രാമകൃഷ്ണനുമായുള്ള കല്യാണം ഒന്ന് വേഗം നടക്കാൻ പ്രാർത്ഥിക്ക്. എങ്കിൽ നിനക്ക് ഒരല്ലലുമില്ലാതെ സുഖമായി കഴിയാം. ഞങ്ങൾക്കും അതൊരു കാര്യമാവും എന്ന് പറഞ്ഞ് പങ്കജം അവിടുന്ന് പോയി. അവൾ കാലിൻ്റെ മുട്ടിലേക്ക് തല വെച്ചിരുന്ന് കരഞ്ഞു. രാജീവും കുടുംബവും വീട്ടിലെത്തി. എല്ലാവരും കൂടി ലിവിംഗ് റൂമിൽ സെറ്റിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. എന്നാലും എന്തായിരിക്കും ഗൗരി ചേച്ചി സമ്മതിക്കാതിരുന്നത്? ഇനി ഗൗരി ചേച്ചിക്ക് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടാവുമോ? രേണു ചോദിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സമ്മതിക്കേണ്ടതല്ലേ, ശേഖരൻ പറഞ്ഞു. ആദ്യം ഗൗരിയോട് ചോദിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോ നാണക്കേടായി, സുമിത്ര പറഞ്ഞു. രാജീവ് അവിടുന്ന് എഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് പോയി. മഹേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമേട്ടൻ പറഞ്ഞു, രാത്രിക്കുള്ളത് വാങ്ങിക്കേണ്ട കുഞ്ഞെ, ഇവിടെ ഉണ്ടാക്കാം. യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ രാമേട്ട, ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുത്തോ, ദേവൻ പറഞ്ഞു. വേണ്ട കുഞ്ഞെ, രാത്രിക്ക് ഞാൻ ഉണ്ടാക്കിക്കോളാം. എൻ്റെ ക്ഷീണമെല്ലാം മാറി, രാമേട്ടൻ പറഞ്ഞു. രവി, കുട്ടികൾക്ക് വാങ്ങിച്ചതെല്ലാം കാറിൽ തന്നെ ഇരിക്കുന്നില്ലേ? കുറേ ദിവസമായി അവരെ കണ്ടിട്ട്, ഇന്നൊന്ന് പോണം, ദേവൻ പറഞ്ഞു. അതെല്ലാം കാറിൽ തന്നെ ഉണ്ട്, പുറത്തെടുത്തിട്ടേ ഇല്ല. ഒഴിവുള്ള ദിവസങ്ങളിൽ ആ അഞ്ജലി ഇങ്ങോട്ട് വരുന്നത് കാരണം കുട്ടികളെ കാണാൻ ഇപ്പോൾ പോകാറേ ഇല്ല. ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയതുകൊണ്ട് ഇന്നത് സാധിച്ചു, രവി പറഞ്ഞു. ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടേ? എന്തിന്? ദേവൻ ചോദിച്ചു. അഞ്ജലി മാഡം വരാതിരിക്കാൻ തന്നെ, രവി പറഞ്ഞു. നിനക്ക് കുറച്ചൊന്നുമല്ല അസൂയുള്ളൂ. എടാ, നിന്നെ കാണാൻ ആരോടെങ്കിലുമൊക്കെ വരാൻ പറഞ്ഞോ? എനിക്ക് യാതൊരു വിരോധമില്ല. എന്നാലെങ്കിലും നിന്റെ അസൂയ ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ, ദേവൻ പറഞ്ഞു. എനിക്കൊരു അസൂയയില്ല. സാറ് വേണമെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോയിക്കോ. എന്നാലും അവളുമാരൊന്നും ഇവിടെ വരരുത്. എനിക്കതിഷ്ടല്ല, രവി പറഞ്ഞു. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ജോലിക്ക് വെച്ചാൽ പോരെ? അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ദേവൻ കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി അവൻ്റെ റൂമിലേക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഭരണം വല്ലാതെ കൂടുന്നുണ്ട്. കുഞ്ഞ് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്, രാമേട്ടൻ പറഞ്ഞു. സാറിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാ. അപ്പം ഞാൻ സാറിനെ നേർവഴിക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. സാർ എന്നെ പറഞ്ഞു വിടുമെന്ന് പേടിച്ച് മിണ്ടാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, രവി കഴിച്ചെഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. കുഞ്ഞിനെ നോക്കാൻ നിന്നെ ചുമതലപ്പെടുത്തിയവർ തന്നെ ഇപ്പം ഇവിടുന്ന് പുറത്തായതുപോലെയാ. പിന്നെ നീയ് എന്ന് പറഞ്ഞ് രാമേട്ടൻ പ്ലേറ്റുകളെടുത്ത് അടുക്കളയിലേക്ക് പോയി. പിറ്റേന്ന് അഞ്ജലി ഓഫീസിൽ എത്തുന്നതിന് മുൻപ് നാൻസി എത്തിയിരുന്നു. അഞ്ജലി എത്തി അവളുടെ സീറ്റിലിരുന്നതും നാൻസി സന്തോഷത്തോടെ എഴുന്നേറ്റ് അഞ്ജലിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ദേവൻ 2-3 ദിവസം ഓഫീസിൽ വരാതിരുന്നത് ടൂറ് പോയതുകൊണ്ടാ. കണ്ടോ, എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് അവരെത്തിയിരിക്കുന്നത്. വീട്ടിലെത്തിയതിനു ശേഷം വീട്ടിലെത്തിയെന്ന് പറഞ്ഞു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നാൻസി പറഞ്ഞു. അഞ്ജലി അസൂയയോടെ നാൻസിയുടെ ഫോൺ വാങ്ങി നോക്കി. അവൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. എനിക്കും വന്നിട്ടുണ്ട് മെസ്സേജ്, അഞ്ജലി പറഞ്ഞു. ആണോ, നോക്കട്ടെ, നാൻസി പറഞ്ഞു. ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തു.
അഞ്ജലി പറഞ്ഞു. ദേവൻ അപ്പോൾ ടൂർ പോയിരിക്കുകയായിരുന്നു. രവിയും രാമേട്ടനും ഉണ്ടാവും, അതാ അവരൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത്, നാൻസി പറഞ്ഞു. എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാനത് ചെയ്യട്ടെ, അഞ്ജലി പറഞ്ഞു. അപ്പോൾ നാൻസി അവിടുന്ന് പോയി. ദേവൻ എന്തുകൊണ്ടായിരിക്കും നാൻസിക്ക് മാത്രം മെസ്സേജ് അയച്ചത്? നാൻസി ഡിവോഴ്സായപ്പോൾ ദേവൻ അവളോട് ഇഷ്ടം തുടങ്ങിയോ? ഇന്നലെ രാവിലെ വീടിന് മുന്നിൽ ചെന്നു നോക്കിയപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നല്ലോ. എന്നാൽ വീട്ടിലെത്തിയതേ ഉള്ളൂ എന്ന മെസ്സേജിൻ്റെ ടൈം 3:17 ടൂറ് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമോ? എന്താ ദേവൻ എനിക്ക് മെസ്സേജ് അയക്കാതിരുന്നതാവോ? അഞ്ജലി മനസ്സിൽ ചിന്തിച്ചു. രാജീവ് ഓഫീസിലേക്ക് വരുമ്പോൾ ഗൗരി അവളുടെ സീറ്റിലിരിക്കുന്നുണ്ടായിരുന്നു. ഗൗരി രാജീവിൻ്റെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തി ഇരുന്നു. രാജീവ് അവളുടെ മുഖത്ത് നോക്കിയ ശേഷം അവൻ്റെ ക്യാബിനിലേക്ക് പോയി. അവൻ ക്യാബിനിലെത്തി സീറ്റിലിരുന്ന് അവൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവന് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗരി രാജീവിൻ്റെ ക്യാബിനിലേക്ക് വന്നു. ഗൗരി അകത്തേക്ക് കയറിയപ്പോൾ രാജീവ് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് ഒരു അപരിചിതനെ പോലെ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. നിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാ എൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. എന്നിട്ടാ ഇന്നലെ നിന്നെ കാണാൻ വന്നത്. നീ എന്തുകൊണ്ടാ ഒന്നും പറയാതിരുന്നത്? രാജീവ് ചോദിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി നിന്ന് അവൾ പറഞ്ഞു, എനിക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിലും നീ അവൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ല? രാജീവ് ചോദിച്ചു. ഞങ്ങളുടെ വിവാഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ട്. എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ഭാര്യയായി ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്നും എന്നോട് കാത്തിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്, ഗൗരി പറഞ്ഞു. അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് നിനക്ക് അത്ര ഉറപ്പുണ്ടോ? രാജീവ് ചോദിച്ചു. ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഇരട്ടി അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട്. വീട്ടുകാരെപ്പോലെ എതിർത്ത് എന്നെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തയ്യാറായതാണ് അദ്ദേഹം. പക്ഷേ വിധി ഞങ്ങളെ അതിന് അനുവദിച്ചില്ല, ഗൗരി പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ടവരാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് സംഭവിക്കും. ആരെതിർത്തിട്ടും കാര്യമില്ല. മറിച്ചാണെങ്കിൽ എന്ന് പറഞ്ഞതും അവൾ പറഞ്ഞു. രാജീവേട്ടാ, അങ്ങനെ പറയല്ലേ. ഈയൊരു ജന്മത്തിലെന്നല്ല, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയാവാനാണ് ആഗ്രഹം. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടരുതെന്നുണ്ട് എനിക്ക്, ഗൗരി പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തെ നീ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. നീ ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം നിനക്ക് നേടിത്തരാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ സഹായം ചോദിക്കാം, ഒരു മടിയും വേണ്ട, രാജീവ് പറഞ്ഞു. രാജീവേട്ടൻ്റെ പ്രപ്പോസൽ അംഗീകരിക്കാത്തതിന് എന്നോട് വിരോധം തോന്നിയില്ലല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. അങ്കിളിനോടും ആൻറ്റിയോടും രേണുവിനോടും എല്ലാം രാജീവേട്ടൻ പറയണം. പഴയതുപോലെ തന്നെ എന്നെ കാണാനും പറയണം, ഗൗരി പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞോളാം, രാജീവ് പറഞ്ഞു. ഞാൻ പോയിക്കോട്ടെ. ഒരുപാട് നേരം എന്നെ സീറ്റിൽ കണ്ടില്ലെങ്കിൽ അഞ്ജലി മാഡം നാൻസി മാഡം പിന്നെ അത് പറയാൻ തുടങ്ങും എന്ന് പറഞ്ഞ് ഗൗരി പോകാൻ തുടങ്ങിയതും രാജീവ് വിളിച്ചു. ഗൗരി, ഒരു പക്ഷേ അയാൾ നിന്നെ കാത്തിരിക്കുന്നില്ലെങ്കിൽ, അയാൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രപ്പോസൽ അംഗീകരിക്കാൻ നിനക്ക് കഴിയോ? രാജീവ് ചോദിച്ചു. ആ ചോദ്യം കേട്ട് അവൾ ഒന്ന് ഞെട്ടി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരു പക്ഷേ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ? രാജീവ് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കണ്ണുകൾ തുടച്ച് അവൾ അവിടുന്ന് പോയി.